സൗഭാഗ്യ അർജുൻ, നിങ്ങൾ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വന്നിട്ട് എന്താണ് ഇവിടെ വന്നിട്ട് ഇത്രയും സമയം നമ്മളിങ്ങനെ ഒരുമിച്ച് ചെലവഴിച്ചു, എന്താ തോന്നുന്നത്? പറയൂ. സന്തോഷം. ശ്വാസനെ കാണാൻ നമ്മൾ കുറെ നാൾ പ്ലാൻ ചെയ്ത് നടന്നില്ല. ഇവിടെ നടന്നു. അതാണ്, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. സൗഭാഗ്യ അർജുൻ, അതാണ്. നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? നമുക്കല്ല നിങ്ങൾ ടിക്ടോക്ക് ഇതിന് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ തയ്യാറല്ലേ? ഞാൻ എന്താ ഓഡിയോ പ്ലേ ചെയ്യാൻ പോണ്. റെഡി? ഹോംവർക്ക് ഒന്നുമില്ല. കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളോ? അവൾ അവിടെ കിടക്കും. അമ്മയുടെ മെങ്ങ അലർജി വല്ലതും ഉണ്ടോ? അറിയത്തില്ല. എന്നാ ഞാനൊരു പെൻസിലിന് എഴുതി തരാം. അതെന്നാ പേന തെളിയിച്ചില്ലേ? അയ്യോ, തകർത്തു. ശാന്തമേ തകർത്തു. ശാന്തമല്ല, നിങ്ങൾ കുറെ നാളായോ ടിക്ടോക്ക് ചെയ്തിട്ട്? ഇപ്പം പിന്നെ ഒരു നാളെ. അപ്പൊ അതും ഇവിടെ ഒന്ന് സ്വാധീനിച്ചിട്ട് 2 വർഷമായിട്ട് ടിക്ടോക്കുകൾ ചെയ്യാത്ത ആ ദമ്പതികളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത്ര മനോഹരമായ ടിക്ടോക്ക് നമുക്ക് നാളെ വരും മഞ്ഞപത്രത്തിൽ. എന്ത് വരും? 2 വർഷമായി അത് ചെയ്യാത്ത അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നു ഇവിടെ. എന്നിട്ട് ഞാൻ അവരെല്ലാം ചീത്ത വിളിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ. അതെ, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അല്ലേ? നമ്മൾ ടിക്ടോക്ക് ആണ് ഉദ്ദേശിച്ചത്. ടിക്ടോക്ക്. യെസ്. നിങ്ങൾ ഈ അതായത് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള 2 പേരാണല്ലോ. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുമോ? സൗഭാഗ്യ പാടും, അർജുൻ പാടുവോ? ഇല്ലേ? അതുകൊണ്ട് ഇത് പാടി പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കൊടുത്തു. നമുക്ക് തുടങ്ങാം. പാടി പഠിക്കാനുള്ള അവസരം. എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഇവൻ അറിയേയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പാടി തെളിയാം. നിങ്ങൾ പാടണ്ട. ഓക്കെ. ഞാനൊരു ഗെയിം തരും. ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കും. ആ വിഷ്വൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിലിപ്പം എന്തെങ്കിലും ഒരു ഇപ്പൊ എന്താ മുടിയാണ് കാണിക്കുന്നത് നോക്കിയോ. അപ്പൊ മുടി വെച്ചിട്ടൊരു പാട്ട് പാടണം. മുടിയേ മുടിയേ മുടി 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 മുടിയേ എന്നൊക്കെ. അങ്ങനെ ഒരു പാട്ടില്ല, അങ്ങനെ ഒരു പാട്ട്. അതുപോലെ ആ പാട്ട് ഉണ്ടാക്കി പാടിയാ മതിയോ? ഉണ്ടാക്കി പാടരുത്. ഞാൻ എക്സാമ്പിൾ ആണ് കാണിച്ചത്. നിങ്ങൾ ശരിക്കുള്ള സിനിമ പാട്ട് ആ ഏത് പിക്ചർ ആണോ തരുന്നത് മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒരു കാര്യം കിട്ടി. അതായത് മുടിയാണെങ്കിൽ മറ്റേ നമ്മള് ചുരുൾ മുടിയിൽ ആദ്യം ഒരാള് പാടും, പിന്നെ അർജുൻ പാടും, സക്കുട്ടി പാടും, അർജുൻ പാടും. ഈ കൊച്ചിനെ ജയിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തിയാണ് നേരത്തെ പറയണ്ടേ. പിന്നെ നമുക്ക് ശ്രമിക്കാം, നോക്കാം. ആർക്കാണ് കിട്ടാത്തത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ്. റെഡി? അപ്പൊ നമുക്ക് ആദ്യത്തെ ഇമേജ് സൗഭാഗ്യക്ക് കൊടുക്കുന്നു. യെസ്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ ഇവളെന്റെ മുറപ്പെണ്ണ്. ശരിയാണ്. ഞാൻ ഈ പാട്ടല്ല പ്രതീക്ഷിച്ച, ഞാൻ വേറെ പാട്ടാ പ്രതീക്ഷിച്ച. അതല്ലേ പ്രതീക്ഷിച്ച. പക്ഷെ ഞാൻ ജയിച്ചല്ലോ. ജയിച്ചു. ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത അർജുൻ ഏത് ഇമേജാ നോക്കാം. അർജുൻ ബനാന, പഴം. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ബാക്കി ആ സിനിമയിൽ അത്രേ ഉള്ളൂ. അയ്യടാ, തോറ്റു. ഞാൻ പാടട്ടെ. പാട്. പഴം തമിഴ് പാട്ടിടയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു. അത് എടുക്കോ? പഴം തമിഴ് പഴമാണല്ലോ. പഴം തമിഴല്ല, തമിഴാണ്. നമുക്ക് വാക്ക് വന്നാ പോരെ. അതെ, നമുക്ക് പഴം എന്ന് കിട്ടണം. യെസ്. അല്ലാണ്ട് ബനാന. 2-0. ഇനി അടുത്തത് സൗഭാഗ്യ. ഇപ്പൊ ഞാൻ പോകുമായിരിക്കും. പാരറ്റ്. വാവ്, ഗ്രീൻ പാരറ്റ്. ഇതൊക്കെ എനിക്കറിയാം, വേണമെങ്കിൽ ഞാൻ പാടും. അയ്യോ, തത്തമ്മ വെച്ച പാട്ട് വന്നു. തത്തമ്മക്കളി വായാടി എന്നാണോ ആ പാട്ട്? അല്ല. അർജുൻ പറ. തത്തമ്മ. പച്ചപ്പാനന്ദത്തെ ഒരു പോയിന്റ് എനിക്ക് ഇത്ര പാടിയില്ലെങ്കിൽ പോയിന്റ് പാട്ട് അറിഞ്ഞോണ്ടാ. പാടിയില്ലെങ്കിൽ പോയിന്റ് കൊടുക്കരുത്. പാടിയല്ലേ ഞാൻ? പച്ചപ്പാനന്ദത്തെ പുന്നാര പൂമുത്തേ പൊന്നല്ലേ പൂങ്കരളേ
ഒന്നുവാ പൊങ്കരളേ. കണ്ടാ? Okay. 2-1. 2-1. ഇനി അടുത്തത് സൗഭാഗ്യക്ക്. ഇത് എന്നെ തോപ്പിക്കാനായിട്ടുണ്ടല്ലോ. അപ്പുക്കുട്ട തൊപ്പിക്കാരാ. ഏത് പാട്ട്? ട്യൂണി പാട്. അപ്പൂട്ടാ തൊപ്പിക്കാൻ എപ്പ കല്യാണം മകരമാസം വേള കെട്ടി തപ്പ കല്യാണം. ട്യൂണിൽ പാട്. എങ്ങനെ നല്ലതാ ഇതിങ്ങനെയാണ് ആ പാട്ട്. തൊപ്പിക്കാൻ ഞാൻ പറയാം. അപ്പുക്കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം, മകരമാസം വേളി കെട്ടി തപ്പ കല്യാണം. 3-1. അർജുൻ. തേങ്ങ കുലകൾ. കരിക്കാണോ അത്? കരിക്ക് തേങ്ങ എന്ത് വേണമെങ്കിലും കൂട്ടാം. അല്ല, കരിക്ക് കൂട്ടാൻ പറ്റില്ല. തെങ്ങ് തേങ്ങ അങ്ങനെ നമുക്ക് കൂട്ടാം. തെങ്ങ്. അതിന്റെ പര്യായമൊക്കെ പാടാട്ടോ അർജുൻ. എനിക്ക് കിട്ടി. ആ, ചേട്ടാ, കിട്ടിയോ? എനിക്ക് ടിക് ടിക് 1, ടിക് ടിക് 2. കേര നിരകളാ. അയ്യോ പാടി കളഞ്ഞാട്ടോ. ആ, പാട് പാട്. അതാണ് കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം. തരരാര, തരരാര, തരരരാരരാര. കായലഴകൾ പുൽകും കാറ്റ്. ഇനി അടുത്തത്. ഇപ്പൊ 3-2 ആയോട്ടോ. ജാക്ക് ഫ്രൂട്ട്. വൗ. നമുക്ക് ചക്കയുടെ കൂടെ ഒരു അക്ഷരം ചേർക്കാമോ? ചക്കയുടെ കൂടെ എന്തക്ഷരം ചേർക്കും? രാ ചേർക്കാമോ? ഏത്? രാ. ചക്കര. അയ്യേ, പറ്റില്ല. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ചക്കര ഇസ് അനദർ വേർഡ്. ചക്ക 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 കഴിഞ്ഞു. ചക്ക. ടൈം ഔട്ട്. പറ അർജുൻ, പറ ചക്ക. ചക്ക 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 ചക്കര വരട്ടി. അത് കപ്പപ്പുഴുക്കാണ്. കപ്പ കപ്പ. ഞാൻ പറയട്ടെ. ചാം ചക്ക ചൂം ചക്ക ചുമരി ചച്ച. ചാ. ശ്ശോ, അത് ഞാൻ ചാം ചക്ക ചൂം എന്തുകൊണ്ട് ചക്ക ചിന്തിച്ചില്ല. ചുമട് ചക്ക ചാ. ചുമട് ചക്ക. ചാം ചക്ക അതെ അതെ ചക്ക ചുമരി ഇവിടെ വലിക്ക ചക്ക കൂടി ചക്ക ഉണ്ട്. ചാം ചാം ചക്ക ചക്ക ചൂം ചക്ക ചൂം. അത് ചാം ചക്കയാണോ ചച്ചാണോ? ചാം അടിച്ച് ചക്ക. കമ്പനിക്ക് ഇത് foul. ഈ Company question foul. അസാധു. ചാം അപ്പൊ ചക്ക. ഇത് നമ്മള് കമ്പനിക്ക് ഇത് കമ്പനിക്ക് ആർക്കുമില്ല. ആർക്കുമില്ല. അസാധു. ഈ ഗെയിം തീർന്നിരിക്കുന്നു. ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പോ യാതൊരു സംശയവുമില്ല, നമ്മളിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഗെയിമിൽ ജയിച്ചത് സൗഭാഗ്യ. സങ്കടമുണ്ടല്ലേ? ഇല്ല നല്ല സങ്കടമുണ്ട്. ഭാര്യയുടെ ജയം ആസ്വദിക്കുന്ന ഒരു ഭർത്താവാണെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ജയിച്ചില്ല. കലിപ്പിലാണല്ലേ?